2:30 മണിക്കാണ് ദർബാർ ഹാളിൽ നിന്നും വിലാപയാത്ര ആരംഭിക്കുന്നത്. ആ യാത്ര ഏതാണ്ട് 9 മണിക്കൂറിനോടടുക്കുമ്പോഴും ഇതാണ് അവസ്ഥ. ആ വാഹനത്തിന് മുന്നിൽ നിന്ന് ആളുകളെ അല്പമെങ്കിലും മാറ്റാനുള്ള വലിയ ശ്രമം കൂടെയുള്ള റെഡ് വോളണ്ടിയേഴ്സ് നടത്തുന്നത് നമുക്ക് കാണാം. ആ വാഹനത്തിന് നീങ്ങാൻ പോലും കഴിയാത്ത വിധം ആളുകൾ അതിനെ മൂടിയിരിക്കുന്നു. VS-നെ ഒരു നോക്ക് കാണാൻ ആളുകൾ അത്രമാത്രം VS-നെ നെഞ്ചേറ്റിയ മനുഷ്യർ VS-നെ അവസാനമായ ഒരു നോക്ക് കാണാൻ ശ്രമിക്കുന്നതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. മുദ്രാവാക്യം വിളികളോടെ അവർ VS-ന് വിട നൽകുന്നതാണ് കാണുന്നത്. വളരെ പണിപ്പെട്ട് ആ വാഹനം മുന്നോട്ടെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ആറ്റിങ്ങലിലെ തന്നെ കച്ചേരി നടയിലെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മനുഷ്യർ അവിടെ ഒരു മതിൽ തന്നെ തീർത്തിരിക്കുന്നു ആ വാഹനത്തിന് ചുറ്റുമെന്ന് പറയാം. അവരെ ഭേദിച്ചുകൊണ്ട് വിലാപയാത്ര മുന്നോട്ട് നീങ്ങുന്നത് എങ്ങനെ? അവർക്കൊരു നോക്ക് കാണാൻ, അവിടെ കൂടി നിന്ന് എല്ലാവർക്കും ഒരു നോക്ക് കാണാനുള്ള അവസരം പോലും ലഭിക്കുമെന്ന് ഉറപ്പില്ല. അത്രമാത്രം ജനക്കൂട്ടമുണ്ട് അവിടെ. ദൂരെ നിൽക്കുന്നവർക്ക് തുറന്ന വാഹനമാണ് എങ്കിൽ പോലും VS-നെ ഒരു നോക്ക് കാണാൻ കഴിയില്ല. പക്ഷേ അവർ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. ആ വാഹനം കണ്ട് അതിനോട് ആ വാഹനം കടന്നു പോകുമ്പോൾ ഒരു മുദ്രാവാക്യം വിളിച്ചാലും അവർ തൃപ്തരാകും. അത്രമാത്രം ഞങ്ങളുടെ പ്രിയ നേതാവിന് വേണ്ടി, ജനനായകന് വേണ്ടി അത്രയെങ്കിലും എന്നത് ആഗ്രഹിച്ചെത്തിയവരാണ് അവർ. ആ ജനങ്ങളെ വകഞ്ഞു മാറ്റി വാഹനം മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. VS ആരായിരുന്നു, VS എന്തായിരുന്നു ജനങ്ങൾക്ക് എന്നതിൻ്റെ തെളിവ് ഇതിനുമപ്പുറം മറ്റൊന്നുമില്ല. സമയം 10:50 ഇത്രയും നേരം കാത്തുനിന്ന മനുഷ്യരാണ്. വിലാപയാത്ര എപ്പോൾ എത്തുമെന്നത് അറിയാതെ നേരത്തെ തന്നെ എത്തിയ മനുഷ്യരാണ്. ഇത്രയും നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വാഹനം എത്തുമ്പോഴും ഒരു നോക്ക് കാണാൻ കഴിയാത്ത ആളുകൾ ആ കൂട്ടത്തിൽ ഒരുപാടുണ്ടാകും. പക്ഷേ ഒരു മുദ്രാവാക്യം വിളിയിലൂടെ VS-ന്റെ വിലാപയാത്രയുടെ വാഹനമൊന്ന് കണ്ടാൽ പോലും അത്രയും ആശ്വാസം കിട്ടുന്ന മനുഷ്യരാണവർ.
ആറ്റിങ്ങൽ കടന്നു പോകാൻ വിലാപയാത്ര ബുദ്ധിമുട്ടുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരു ഇഞ്ച് പോലും നീങ്ങാനാകാത്ത വിധം മനുഷ്യർ ആ വാഹനം പൊതിഞ്ഞിരിക്കുകയാണ്. VS-നെ ഒരു നോക്ക് കാണാൻ കൂടി നിൽക്കുന്നവരുടെ കണ്ണ് നിറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് നെഞ്ചു പൊട്ടി VS-നെ വിളിച്ച് മുദ്രാവാക്യം വിളിച്ച് യാത്രയയക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ വളരെ പണിപ്പെട്ട് റെഡ് വോളണ്ടിയേഴ്സ് അവരെ മാറ്റി വാഹനം മുന്നോട്ടെടുക്കുന്ന കാഴ്ചയാണ്. കച്ചേരി നടയും പിന്നിട്ട് വിലാപയാത്ര മുന്നോട്ട് പോവുകയാണ്. ഇനിയും ഏറെ ദൂരം താണ്ടാനുണ്ട്. VS-ന്റെ ജന്മനാട്ടിലേക്ക് ഇത് എത്തണമെങ്കിൽ, വാഹനം എത്തണമെങ്കിൽ ഇനിയും ഏറെ ദൂരം താണ്ടേണ്ടതുണ്ട്. ആളുകൾ ഇടപെട്ട്, പാർട്ടി പ്രവർത്തകർ ഇടപെട്ട്, റെഡ് വോളണ്ടിയേഴ്സ് ഇടപെട്ട് ജനങ്ങളെ മാറ്റി ആ വാഹനത്തിന് കടന്നു പോകാൻ വഴിയൊരുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ആറ്റിങ്ങലിന്റെ മണ്ണിൽ അങ്ങേയറ്റം വികാരനിർഭരമായ യാത്രയയപ്പ് VS-ന് ലഭിക്കുകയാണ്. VS ഏറെ തവണ കടന്നു പോയിട്ടുള്ള ഇടം. VS ഒരു ഇഞ്ച് നീങ്ങാൻ ഇത്രയും സമയമെടുത്ത് ആ വിലാപയാത്ര നീങ്ങുകയാണ്. VS-നെയും കൊണ്ട് ആ വാഹനം വിട്ടുകൊടുക്കുന്നില്ല. അത്രമാത്രം ആളുകൾ അതിൽ പിടിച്ചും മറ്റുമൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണാം. ആളുകളെ വളരെ പണിപ്പെട്ടാണ് മാറ്റുന്നത്.